Hi friends, welcome to EduScope. NCERT Class 9 Science Chapter 7 Diversity in Living Organisms. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് ഓർഗാനിസംസ്. ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, നിങ്ങളിങ്ങനെ ഇത് പഠിക്കാനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അറിയാണ്. നമ്മുടെ ചുറ്റിലും എന്തൊക്കെ ജീവജാലങ്ങളുണ്ട് അല്ലേ, വലിയൊരു ഡൈവേഴ്സിറ്റി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജീവനുള്ള പല തരത്തിലുള്ള ജീവജാലങ്ങൾ. ഹാവ് യു എവർ തോട്ട് ഓഫ് ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് ലൈഫ് ഫോംസ് ദാറ്റ് സറൗണ്ട് അസ്? Each organism is different from all others to a lesser or greater extent. For instance, consider yourself and a friend. Are you both of the same height? Does your nose look exactly like your friend's nose? Is your handspan the same as your friend's? അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ചുറ്റും പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. ജീവന്റെ പല രൂപങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ഓർഗാനിസവും വേറൊരു ഓർഗാനിസത്തിൽ നിന്ന് ചെറുതായിട്ടോ അല്ലെങ്കിൽ വലുതായിട്ടോ ഡിഫറെൻ്റ് ആണ്. അതിന് ഒരു ഉദാഹരണമായിട്ട് നമ്മളോട് നിങ്ങളെയും നിങ്ങളുടെ ഫ്രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പറഞ്ഞു. എന്തൊക്കെയാ ചോദിച്ചത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഹൈറ്റ് ആണോ? നിങ്ങളുടെ രണ്ടുപേരുടെയും മൂക്ക് ഒരുപോലെയാണോ? നിങ്ങളുടെ ഹാൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ തമ്പ് മുതൽ നിങ്ങളുടെ സ്മോൾ ഫിംഗർ ഇല്ലേ, കുഞ്ഞു വിരല്, അതിൻ്റെ വരെയുള്ള ആ ഒരു മലർത്തി വെക്കുമ്പോഴുള്ള ഒരു പരപ്പുണ്ടല്ലോ, അത് സെയിം ആണോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ആണോ? നമ്മളൊക്കെ പല ഹൈറ്റ്സിലുണ്ട്. നമ്മുടെ മൂക്ക് തന്നെ ചിലത് നീണ്ടിട്ടുണ്ട്, ചിലത് വലുതാണ്, ചിലത് ഇങ്ങനെ തുറന്നു വെച്ച പോലെയാണ് അല്ലെ. മൂക്കാണെങ്കിലും പല വ്യത്യാസങ്ങളും അതിലുണ്ടാവും. അതേപോലെ കുഞ്ഞു കൈയുള്ളവരുണ്ടാവും, വലിയ കൈ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരും വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. However, if we were to compare ourselves and our friends with a monkey, what would we say? നമ്മൾ ആദ്യം കമ്പയർ ചെയ്തത് നിങ്ങളെയും നിങ്ങളുടെ ഫ്രണ്ടിനെയും. അപ്പൊ നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇനി പറയാണ്, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും ഒരു മങ്കീനെയും കൂടെ കമ്പയർ ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് വരില്ലേ? കൂടുതൽ ഡിഫറൻസ് ആരുമായിട്ടാ വരിക? മങ്കി ആയിട്ട്. ഇപ്പൊ ഒരു ക്യാരക്ടർ നമുക്ക് നോക്കാം. വാലുണ്ടോ ഇല്ലയോ? മങ്കിക്ക് വാലുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ടിനും വാലില്ല. പിന്നെ മങ്കിക്ക് ഇങ്ങനെ മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ ചാടി പോകാൻ പറ്റും, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഓരോ ക്യാരക്ടറും നോക്കി കഴിയുമ്പം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും ഉള്ളതിനേക്കാൾ വ്യത്യാസത്തിലാണ് മങ്കി ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. Obviously, we and our friends have a lot in common when we compare ourselves with a monkey. But suppose we were to add a cow to the comparison. ഈ കമ്പാരിസണിലേക്ക് നമ്മൾ ഒരു പശുവിനെ കൂടെ കൊണ്ടുവരാം. അപ്പൊ എന്ത് സംഭവിക്കും? We would then think that the monkey has a lot more in common with us than with the cow. നമ്മളും നമ്മളുടെ ഫ്രണ്ടും ഒരു മങ്കിയും ഒരു പശുവിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പം നമുക്കും മങ്കിക്കും കൂടുതൽ ഒരുപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാവും ദാൻ പശു അല്ലേ. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായില്ലേ? ഓരോ ഓർഗാനിസവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ചിലപ്പം വളരെ ഇപ്പം ജീവനുള്ളതാണ് ഒരു ചെടിയും ജന്തുക്കളും. ഇവർ രണ്ടും, ആനിമൽസും പ്ലാന്റ്സും ജീവനുള്ളതാണ്. രണ്ട് ആനിമലിനെ കമ്പയർ ചെയ്യുന്ന പോലെയാണോ ഒരു ആനിമലിനെ ഒരു പ്ലാന്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുക? അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ തമ്മിലും വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? താഴെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നുണ്ട്, നമുക്കതെന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 7.1. We have heard of Desi cows and Jersey cows. Does a Desi cow look like a Jersey cow? Do all Desi cows look alike? Will we be able to identify a Jersey cow in a crowd of Desi cows that don't look like each other?
വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് അവർ ഐഡൻറ്റിഫിക്കേഷൻ? അപ്പം നിങ്ങൾ ദേസി കൗസിനും ജേഴ്സി കൗസിനും 2 ടൈപ്പ് ഓഫ് കൗസ് ഉണ്ട്. ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് മിൽക്ക് തരുന്ന എത്രമാത്രം മിൽക്ക് ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ പല ക്യാരക്ടറും വെച്ചിട്ട് 2 ടൈപ്പ് കൗ ഉണ്ട്. ഏതൊക്കെയത്? ദേസി കൗസും ആൻഡ് ജേഴ്സി കൗസും. ഒരു ദേസി കൗവും ഒരു ജേഴ്സി കൗവും കാണാൻ ഒരുപോലെയാണോ? എല്ലാ ദേസി കൗസും ഒരുപോലെ ആയിരിക്കുമോ കാണാൻ? അല്ല, പല ടൈപ്പ് ദേസി കൗസ് ഉണ്ട്. അപ്പം പല ടൈപ്പ് ഇങ്ങനെയുള്ള ദേസി കൗസിന്റെ ഇടയിൽ ഒരു ജേഴ്സി കൗവിനെ കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താണ് നിങ്ങളിങ്ങനെ കണ്ടെത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്താണ്, അതിന്റെ ബേസിസ് എന്താണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട്, ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇതിന്റെ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. In this activity, we had to decide which characteristics were more important in forming the desired category. Hence, we were able also deciding which characteristics could be ignored. നമ്മൾ എന്തൊരു കാര്യം 2 ഗ്രൂപ്പാണ്, ഇവർ ഇന്ന ഗ്രൂപ്പാണ് ഇവർ ഇന്ന ഗ്രൂപ്പാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സിനെ ഫിക്സ് ചെയ്യണം, എന്നിട്ട് നോക്കണം. അപ്പം ഇപ്പം നമ്മൾ പറയാണ് 4 കാലുള്ള ജീവി ദേസി കൗ ആണോ ജേഴ്സി കൗ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് 4 കാലാണോ എന്ന് നോക്കിയാൽ ശരിയാവുമോ? അതൊരു ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. കാരണം എല്ലാ പശുവിനും 4 കാലാണ് ഉള്ളത്. പകരം നമ്മൾ അതിൻ്റെ വേറെ എന്തെങ്കിലും സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 2 കാറ്റഗറിയൊക്കെ ആക്കുമ്പോൾ എടുക്കുന്നത്. അല്ലാണ്ട് ഈ 4 കാലുകളുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ഒരു മനുഷ്യനും പശുവും നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കാം. മനുഷ്യന് 2 ആണ്, പശുവിന് 4 ആണ് എന്നുള്ളത്. അല്ലാണ്ട് ഈ പറഞ്ഞൊരു സിറ്റുവേഷനിൽ 2 ടൈപ്പ് ഓഫ് കൗവിനെ കമ്പയർ ചെയ്യാൻ നമുക്ക് ആ ക്യാരക്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ക്യാരക്ടേഴ്സ് ഫിക്സ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം. Now think of all the different forms in which life occurs on Earth. On one hand, we have microscopic bacteria of a few micrometer in size, while on the other hand, we have a blue whale and a redwood trees of California of approximate size of 30 meter and 100 meters respectively. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ജീവന്റെ ഓരോ രൂപങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താ നമുക്ക് കാണാൻ പറ്റുക? മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? 10⁻⁻⁶ മീറ്റർ ആണ്. അത്രയും കുഞ്ഞു വലുപ്പമുള്ള മൈക്രോസ്കോപ്പിലൂടെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ബാക്ടീരിയ മുതൽ 30 മീറ്റർ ഉള്ള ബ്ലൂ വെയിൽ, അതുപോലെ 100 മീറ്റേഴ്സ് ഒക്കെയുള്ള ട്രീസ്, റെഡ്വുഡ് ട്രീസ് ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം നമ്മുടെ ജീവന്റെ ആ ഒരു ഡൈവേഴ്സിറ്റി നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. കുഞ്ഞു സാധനം മുതൽ വലിയ സാധനം വരെ ഉണ്ട്. അതാണ് നമുക്ക് ബേസിക്കലി ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സം പൈൻ ട്രീസ് ലിവ് for thousands of years, while insects like mosquitoes die within a few days. ഇനി ആദ്യം നമ്മൾ പറഞ്ഞ ക്യാരക്ടർ സൈസ് ആയിരുന്നു. കുഞ്ഞു സൈസ് മുതൽ വലിയ സൈസ് വരെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതിനുള്ള എക്സാമ്പിൾ ഏതായിരുന്നു തന്നത്? ബാക്ടീരിയയും ബ്ലൂ വെയിലോ അല്ലെങ്കിൽ റെഡ്വുഡ് ട്രീസോ പറഞ്ഞു. നെക്സ്റ്റ്, എത്ര കാലം ഓരോ ലൈഫ് ഫോമും ജീവിക്കുന്നു? പൈൻ ട്രീസൊക്കെ 1000 വർഷങ്ങളോളം ജീവിക്കുന്നു. അതേസമയം കുഞ്ഞു ഇൻസെക്ട്സ്, മോസ്കിറ്റോ പോലെയുള്ള കുഞ്ഞു ഇൻസെക്ട്സ് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മരിച്ചു പോകുന്നു. Life also ranges from colorless or even transparent worms to brightly colored birds and flowers. ഇനി ഇതിന്റെ കളർ നോക്കിയാലോ? നമുക്ക് കളറൊന്നും ഇല്ലാണ്ട് ഈവൻ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളോട്ട് കാണാൻ പറ്റുന്ന അതുപോലെയുള്ള വേംസ് ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കളർഫുൾ അല്ലാത്ത ജീവജാലങ്ങളുണ്ട്. അതേസമയം തന്നെ നല്ല ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള ബേർഡ്സും ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് ചുറ്റിലും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിസ് bewildering variety of life around us has evolved on the earth over millions of years. അപ്പം ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ചുറ്റും ഉണ്ടാവാൻ
എർത്തിൽ ഉണ്ടാവാൻ ഒരുപാട് ഇയേഴ്സ്, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. However, we do not have more than a tiny fraction of this time to try and understand all these living organisms. So we cannot look at them one by one. Instead, we look for similarities among the organisms which will allow us to put them into different classes and then study different classes or groups as a whole. നമ്മുടെ ചുറ്റിലുള്ള അത്രത്തോളം ഓർഗാനിസംസ് അല്ലെങ്കിൽ അത്രത്തോളം ലൈഫ് ഫോംസ് നമ്മളെ ചുറ്റിലുണ്ടെന്ന് പറഞ്ഞു. അവർ ഓരോരുത്തരെയും എണ്ണിയെടുത്ത് ഇതിങ്ങനെയാണ് അങ്ങനെ നമുക്ക് 1 by 1 പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പോസിബിൾ അല്ല. കാരണം അത്രയും ഡൈവേഴ്സിറ്റി നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുന്നു? ഓർഗാനിസത്തിൻ്റെ ഡിഫറൻസസും സിമിലാരിറ്റീസും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇവരെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, ഓരോ ക്ലാസ് ആക്കുന്നു, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് നമ്മൾ അതിനെ മൊത്തത്തിൽ സ്റ്റഡി ചെയ്യുന്നു. അപ്പം ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ ഓർഡർ ടു മേക്ക് റെലവൻറ്റ് ഗ്രൂപ്പ്സ് ടു സ്റ്റഡി ദ വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് we need to decide which characteristics decide more fundamental differences among organisms. കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഗ്രൂപ്പ്സിനെ ഉണ്ടാക്കുമ്പം ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്, ഫണ്ടമെൻ്റലായിട്ട് ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ദിസ് വുഡ് ക്രിയേറ്റ് ദ മെയിൻ ബ്രോഡ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ്. Within these groups, smaller subgroups will be decided by less important characteristics. അങ്ങനെ ഫണ്ടമെൻ്റൽ ഡിഫറൻസസ് വെച്ചിട്ട് നമ്മൾ ബ്രോഡായിട്ട് ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് അതിൽ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് വെച്ചിട്ട് സ്മോളർ സബ് ഗ്രൂപ്പ്സ് ആക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാറ്. ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വൈ ഡു വി ക്ലാസിഫൈ ഓർഗാനിസംസ്? നമുക്ക് ചുറ്റും മില്യൺസ് ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ഓരോരുത്തരെയും 1 by 1 ആയിട്ട് സ്റ്റഡി ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ആൻഡ് പോസിബിൾ. അതിന് ഒരുപാട് സമയം വേണം, നമ്മളുടെ ഒരു ലൈഫ് ടൈം പോരാ. അപ്പം നമ്മൾ ഈ ആനിമൽസിന് അല്ലെങ്കിൽ ഈ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഈ ലൈഫ് ഫോമിന് ഗ്രൂപ്പ് ആക്കും. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു ഗ്രൂപ്പിനെ സ്റ്റഡി ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അപ്പം ഇവരെക്കുറിച്ച് പഠിക്കാൻ ആ സ്റ്റഡി മെത്തേഡ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഗിവ് 3 എക്സാമ്പിൾസ് ഓഫ് ദ റേഞ്ച് ഓഫ് വേരിയേഷൻ ദാറ്റ് യു സീ ഇൻ ലൈഫ് ഫോംസ് അറൌണ്ട് യു. നിങ്ങളുടെ ചുറ്റിലും കാണുന്ന ലൈഫ് ഫോംസുകളിൽ ആ ഒരു വേരിയേഷൻ 3 എക്സാമ്പിൾ തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ചുറ്റിലും കാണുന്ന കുഞ്ഞു പുല്ല് മുതൽ, ചെറിയ പുല്ല് മുതൽ വലിയ വലിയ ട്രീസ് വരെ നമ്മൾ എന്തായിട്ടാണ് കൂട്ടുക? പ്ലാന്റ്സ് ആയിട്ടാണ് കൂട്ടുക, അല്ലേ? അതുപോലെ ഉള്ള എക്സാമ്പിൾസ് പറയാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ? എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷന്റെ ബേസിസ്? അറ്റംപ്റ്റ്സ് അറ്റ് ക്ലാസിഫൈയിങ് ലിവിംഗ് തിങ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ഹാവ് ബീൻ മെയ്ഡ് സിൻസ് ടൈം ഇമ്മമോറിയൽ. Greek thinker Aristotle classified animals according to whether they lived on land, in water or in the air. അപ്പം എന്ത് ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഏത് കാലം മുതൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് നമുക്ക് അറിയില്ല, മുൻപേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു ഗ്രീക്ക് ശാസ്ത്രജ്ഞനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു. അദ്ദേഹം എടുത്ത ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എവിടെയാണ് ഈ ഓർഗാനിസംസ്, ഈ ആനിമൽസ് ജീവിക്കുന്നത്? അവർ ലാൻഡിലാണോ ജീവിക്കുന്നത്, അവർ വെള്ളത്തിലാണോ ജീവിക്കുന്നത്, അവർ എയറിലാണോ ജീവിക്കുന്നത്? ഈ 3 ക്യാരക്ടേഴ്സിനനുസരിച്ച് അവർ എവിടെ താമസിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു. ദിസ് ഈസ് വെരി സിമ്പിൾ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ലൈഫ് ബട്ട് മിസ്ലീഡിങ് ടു. നമുക്ക് പറയുമ്പം വളരെ എളുപ്പമാണ്, അല്ലേ? വെള്ളത്തിൽ ജീവിക്കുന്നത്, കരയിൽ ജീവിക്കുന്നത്, എയറിൽ ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മളെ മിസ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾസ്, ആനിമൽസ് ദാറ്റ് ലിവ് ഇൻ ദ സീ ഇൻക്ലൂഡ്സ് corals, whales, octopuses,
സ്റ്റാർഫിഷ് ആൻഡ് ഷാർക്സ്. ഇവ കടലിൽ ജീവിക്കുന്ന ആനിമൽസിനെ നോക്കുകയാണെങ്കിൽ അതിൽ കോറൽസ്, പവിഴപ്പുറ്റുകൾ ഇൻക്ലൂഡഡ് ആണ്, വെയിൽസ് ഉണ്ട്, ഒക്ടോപ്പസ് ഉണ്ട്, സ്റ്റാർഫിഷ് ഉണ്ട്, ഷാർക്ക് ഉണ്ട്. ഇവരൊക്കെ നമ്മൾ വെള്ളത്തിൽ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്താലും ഇവരൊക്കെ പല തരത്തിൽ ഡിഫറെൻ്റ് ആണ്. ഇൻഫാക്ട് ദ ഹാബിറ്റാറ്റ് ഈസ് ദ ഓൺലി പോയിന്റ് ദ ഷെയർ ഇൻ കോമൺ. ആ ഒരു കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഹാബിറ്റാറ്റ് പറഞ്ഞാൽ ഇവർ വളരുന്ന സ്ഥലം അത് സെയിം ആണ്, വെള്ളത്തിലാണ് അല്ലെ കടലിലാണ് എന്നുള്ളത് മാത്രമാണ് ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി. ദിസ് ഈസ് നോ ഗുഡ് ആസ് എ വേ ഓഫ് മേക്കിംഗ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ടു സ്റ്റഡി ആൻഡ് തിങ്ക് അബൌട്ട്. അപ്പോൾ ഈ ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു നല്ല ക്യാരക്ടറായിട്ട് നമുക്കിതിനെ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഒരുപാട് കാലം മുമ്പേ ഇങ്ങനെയുള്ള അരിസ്റ്റോട്ടിലൊക്കെ പോലത്തെ സയൻറ്റിസ്റ്റൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ, വലിയ വലിയ ആൾക്കാരുകൾ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്തതൊക്കെ കൊണ്ടാണ് നമ്മൾ പല സ്റ്റഡീസും നടത്തി ഇവിടം വരെ എത്തിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം എടുത്ത ആ ഒരു ക്യാരക്ടർ നല്ലതല്ലായിരുന്നു. ഗ്രൂപ്പ് ചെയ്യാൻ ജസ്റ്റ് ഹാബിറ്റാറ്റ് മാത്രമായിരുന്നു അവർ തമ്മിലുള്ള കോമൺ ക്യാരക്ടർ. ബാക്കിയുള്ള വേ നോക്കുമ്പോൾ അതൊരു നല്ല ക്ലാസിഫിക്കേഷൻ മെത്തേഡ് ആയിരുന്നില്ല. അപ്പം അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് ശരിയായില്ല എന്ന് നമുക്ക് പറയാം. We therefore need to decide which characteristics to be used as the basis for making the broadest division. നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് ആയിട്ട് നമ്മൾ ഏത് ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. Then we will have to pick the next set of characteristics for making subgroups within these divisions. ഇനി അങ്ങനെ നമ്മൾ ആ ഒരു ബേസിസ് തീരുമാനിച്ചു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ബ്രോഡസ്റ്റ് വേയിൽ ക്ലാസിഫൈ ചെയ്തു. ഇനി കൂടുതൽ ക്യാരക്ടേഴ്സിനെ നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരും. എന്തിനെ? ആ ഒരു വലിയ ഗ്രൂപ്പിൽ നിന്നും സബ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റ് ചില ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യും. This process of classification within each group can then continue using new characteristics each time. അങ്ങനെ നമ്മളിപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കുകയാണ്. ആ ഒരു വലിയൊരു ബ്രോഡസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയില്ലേ, ഇപ്പം നമുക്ക് പറയാം ആനിമൽസ്, പ്ലാന്റ്സ്. ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പിനെ നമ്മൾ പ്ലാന്റ്സ് എന്ന് വിളിച്ചു, ദ അതർ ക്ലാസ് നമ്മൾ ആനിമൽസ് എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. അതൊരു ബ്രോഡസ്റ്റ് വേ ആണ്. നമ്മൾ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നോ, അതായിരുന്നു നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പെർട്ടിക്കുലർലി പ്ലാന്റ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്ലാന്റ്സിൽ തന്നെ സബ് ഗ്രൂപ്പ്സ് നമ്മൾ ഉണ്ടാക്കി. വീണ്ടും കുറച്ച് ക്യാരക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് ഈ ഒരു സബ് ഗ്രൂപ്പിൽ തന്നെ വീണ്ടും ചെറിയ ഗ്രൂപ്പാക്കി. അങ്ങനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. ബിഫോർ വി ഗോ ഓൺ, വി നീഡ് ടു തിങ്ക് അബൌട്ട് വാട്ട് ഈസ് മെന്റ് ബൈ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ കുറച്ച് നേരമായി ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നു. എന്താണ് ആക്ച്വലി ഈ ക്യാരക്ടറിസ്റ്റിക്? When we are trying to classify a diverse group of organisms, we need to find ways in which some of them are similar enough to be thought of together. These ways, in fact, are details of appearance or behavior, in other words, form and function. എന്താ ക്യാരക്ടറിസ്റ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിന് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചില സംഭവങ്ങൾ അവരെ ഒരുമിച്ച് നിർത്താൻ, ചില ഓർഗാനിസത്തിനെ ഒരുമിച്ച് നിർത്താൻ അവരുടെ ഇടയിൽ കാണിക്കുന്ന ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. അതെന്തൊക്കെയാവാം? അവരുടെ അപ്പിയറൻസ് ആവാം, അവരുടെ ബിഹേവിയർ ആവാം, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ ആവാം, അല്ലെങ്കിൽ അവരുടെ ഫോം ആവാം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെയാണ് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഫങ്ഷൻ, ബിഹേവിയർ, ഫോം, അപ്പിയറൻസ്, ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്, അവരുടെ പ്രത്യേകതകൾ എന്ന് നമ്മൾ പറയുന്നത്. What we mean by a characteristic is a particular form or a particular function. That most of us have 5 fingers on each hand is thus a characteristic. That we can run but the banyan tree cannot is also a characteristic. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് നമ്മുടെ കയ്യിൽ നമുക്ക് 5 വിരലുണ്ട് അല്ലേ, അത് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്, ഹാവിങ് 5 ഫിംഗേഴ്സ്. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? നമുക്ക് ഓടാൻ പറ്റും.
we are able to run. But banyan tree cannot. അപ്പോൾ banyan treeക്ക് ഓടാൻ പറ്റുന്നില്ല, നമുക്ക് ഓടാൻ പറ്റും. അത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ആണ്. നമുക്ക് ഓടാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്. banyan treeക്ക് ഓടാൻ പറ്റില്ല എന്നത് banyan treeയുടെ ക്യാരക്ടറിസ്റ്റിക് ആണ്. Now, to understand how some characteristics are decided as being more fundamental than others, let us consider how a stone wall is built. ഇനി നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് എടുക്കുമ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലാസിഫിക്കേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു സ്റ്റോൺ വാൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കല്ലുകൾ പല ഷേപ്പിലും പല സൈസിലും ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും മുകളിലുള്ള കല്ലിന്റെ ഷേപ്പോ സൈസോ തൊട്ട് താഴെയുള്ള ലെയറിലുള്ള കല്ലിനെ ബാധിക്കുന്നില്ല. അതേസമയം താഴെ വെക്കുന്ന കല്ലുകളുടെ അനുസരിച്ചാണ് നമ്മൾ മുകളിലോട്ട് കെട്ടിപ്പോക്കുന്നത്. അതേപോലെയാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്കും. നമ്മൾ ബ്രോഡസ്റ്റ് ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്കിന്റെ ഇമ്പോർട്ടൻസും അതേപോലെയാണ്. ഈ ലോവർ ലെയറിലുള്ള സ്റ്റോണിനെ പോലെയാണ്. ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്കിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. They are independent of any other characteristic in their effects on the form and function of the organism. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് അത് ഡിപ്പെൻഡേ ചെയ്യുന്നില്ല. ഈ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്തെടുത്തു. The characteristic in the next level would be dependent on the previous one and would decide the variety in the next level. ഓൾറെഡി നമ്മൾ ആ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കാൻ എടുത്ത ആ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത ക്യാരക്ടർ ഉണ്ടാവുന്നത്. ആ ക്യാരക്ടറിസ്റ്റിക്കിനെ വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ആദ്യം നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് എടുത്തിട്ട് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി ഇപ്പൊ എടുത്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേറൊരു ക്യാരക്ടറിസ്റ്റിക്കിനെ എടുത്ത് ഒരു സബ് ഗ്രൂപ്പിനെ ഉണ്ടാക്കി. In this way, we can build up a whole hierarchy of mutually related characteristics to be used for classification. ഇങ്ങനെ ഒരു ഹൈറാർക്കി വെച്ചിട്ട് നമുക്ക് മ്യൂച്വലി റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. Nowadays, we look at many interrelated characteristics starting from the nature of the cell in order to classify all living organisms. What are some concrete examples of such characteristics used for hierarchical classification? ഇങ്ങനെ ലെവലിലായിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. A eukaryotic cell has membrane-bound organelles, including a nucleus, which allows cellular processes to be carried out efficiently in isolation from each other. Therefore, organisms which do not have a clearly demarcated nucleus and other organelles would need to have their biochemical pathways organized in very different ways. This would have an effect on every aspect of cell design. Further, nucleated cells would have the capacity to participate in making a multicellular organism because they can take up specialized function. Therefore, this is a basic characteristic of classification. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു യൂക്കാരിയോട്ടിക് സെൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചില ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂക്കാരിയോട്ടിക് സെൽ പ്രോകാരിയോട്ടിക് സെൽ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂക്കാരിയോട്സിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് വെൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, മറ്റ് ഓർഗനലൈസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പല പ്രോസസ്സും ഒരു സ്പെഷ്യൽ കമ്പാർട്ട്മെന്റിൽ നടത്താനുള്ള ഒരു ചാൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം അതിനുള്ളതുകൊണ്ട് തന്നെ പല ഫങ്ഷൻസും അവർക്ക് ചെയ്യാൻ പറ്റും. ആരെ കമ്പയർ ചെയ്യുമ്പം പ്രോകാരിയോട്സ് വിച്ച് ഡോണ്ട് ഹാവ് ദിസ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേസമയം ഈ പ്രോകാരിയോട്സിനാണെങ്കിൽ ന്യൂക്ലിയസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല വേറെ തരത്തിലായിരിക്കും അവരുടെ ബയോകെമിക്കൽ പാത്വേസ് ഒക്കെ കൊണ്ട് നടക്കേണ്ടത്. അപ്പോൾ ആ ഒരു ബേസിസിൽ അവരെ നമുക്ക്
യൂകാരിയോട്ട് എന്നും പ്രോകാരിയോട്ട് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Do the cells occur or are they grouped together, and do they live as an indivisible group? Cells that group together to form a single organism use the principle of division of labor. In such a body design, all cells would not be identical. ഇനി നമ്മൾ ഒരു സെല്ലിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ, അല്ല അവർ ഗ്രൂപ്പ് ചെയ്തിട്ടാണോ ജീവിക്കുക? ഈ ഗ്രൂപ്പായിട്ട് സെല്ലുകൾ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ഓരോ ടിഷ്യൂസ് അല്ലെ ഓരോരോ സെൽസിന്റെ ഷേപ്പും ഫങ്ഷനും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഡിവിഷൻ ഓഫ് ലേബർ നടക്കും. In such a body design, all cells would not be identical. Instead, groups of cells will carry out specialized function. This makes a very basic distinction in the body designs of organism. As a result, an amoeba and a worm are very different in their body design. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെല്ലാണോ മൾട്ടി സെല്ലുലർ ആണോ, അതിൽ എന്തൊക്കെ ടൈപ്പ് സെൽസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫർദർ ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള അമീബയും വേം, കുറേ സെല്ലുകൾ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള വേമും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് അവരുടെ ബോഡി ഡിസൈനിലുണ്ട്. Do organisms produce their own food through the process of photosynthesis? Being able to produce one's own food versus having to get food from outside would make very different body designs necessary. Next ആണ് photosynthesis. ഒരാൾക്ക് സ്വന്തം ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതല്ല, നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ല നമ്മൾ വേറെ സോഴ്സുകളിൽ നിന്നും ഫുഡ് കളക്ട് ചെയ്ത ശേഷമാണോ നമുക്കത് കഴിക്കാൻ പറ്റുന്നത്? ആ ഒരു ബേസിസിലും നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. Of the organism that perform photosynthesis, what is the level of organization of their body? ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഇനി പ്ലാന്റ്സിൽ തന്നെ അവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അവരുടെ ബോഡി ഓർഗനൈസേഷൻ വെച്ചിട്ട് പല ലെവലുകളുണ്ട്. അതേതൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ്? Of the animals, how does the individual's body develop and organize its different parts? And what are the specialized organs found for different functions? ഓരോ ആനിമൽസിലും അവരുടെ ഇൻഡിവിജ്വൽ ബോഡി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, പല ഭാഗങ്ങൾ, അവരുടെ പെർട്ടിക്കുലർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിനനുസരിച്ചും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. We can see that even in these few questions that we have asked, a hierarchy is developing. ഇതിൽ തന്നെ നമുക്കൊരു ഹൈറാർക്കി ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാം. ഇപ്പം ബ്രോഡായിട്ട് നമ്മൾ പ്രോകാരിയോട്ട് യൂകാരിയോട്ട് എന്നാക്കി, പിന്നെ അതിൽ തന്നെ മൾട്ടി സെല്ലുലാർ യൂണിസെല്ലുലാർ ആക്കി, ഇതിൽ തന്നെ ഏത് സെൽ ടൈപ്സ് ആണ് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ഒരു വലിയ ബ്രോഡ് ഡിവിഷനിൽ നിന്നും ലെവലുകൾ ഇങ്ങനെ താഴോട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. The characteristics of body design used for classification of plants will be very different from those important for classifying animals. ഇനി നമ്മൾ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പം എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കുമോ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എടുക്കുക? അല്ല, ഏതിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ആ ക്യാരക്ടറിസ്റ്റിക്കും നമ്മൾ എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്കും മാറും. ദിസ് ഈസ് ബിക്കോസ് ദ ബേസിക് ഡിസൈൻ ആർ ഡിഫറെൻറ്റ് based on the need to make their own food. പ്ലാന്റ്സിൻ്റെ കേസിൽ ഓർ അക്വയർ ഇറ്റ്. അപ്പം നമ്മുടെയൊക്കെ ബോഡി ഡിസൈനിങ് വ്യത്യാസമാണ്. പ്ലാന്റ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ അവരുടെ ബോഡി അതിനനുസരിച്ചുള്ളതായിരിക്കും. അതേസമയം ആനിമൽസിൻ്റെ എങ്ങനെയാണ്, അവരിൽ നിന്നും കൺസ്യൂം ചെയ്യണം, അപ്പം അതിനനുസരിച്ചുള്ള ഒരു ബോഡി സ്ട്രക്ചറായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറെൻ്റ് ആയിരിക്കും. Therefore, these design features having a skeleton, for example, are to be used to make subgroups rather than making broad groups. അപ്പം ഈ വലിയൊരു ഡിവിഷൻ ഉണ്ടാക്കാണ്ട് അതിൽ സബ് ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഈ ബോഡി ഓർഗനൈസേഷന് അനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻ, which do you think is a more basic characteristic for classifying organism? The place where they live,
the kind of cells they are made of. Why? What is the primary characteristic on which the first division of organism is made? On what basis are plants and animals put into different categories? ഇതിൽ ഏതാണ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്? the kind of cells they are made of. എങ്ങനെയുള്ള സെൽസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതാണ് കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ സീൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. സീയിൽ കോറൽസ്, ഫിഷസ്, ഒക്ടോപ്പസ്, അങ്ങനെ പല ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരൊക്കെ താമസിക്കുകയാണ്. അപ്പോൾ ഹാബിറ്റാറ്റ് വെച്ച് അവരെവിടെ താമസിക്കുന്നു എന്നത് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് അത്ര ശരിയല്ല. ഇനി നെക്സ്റ്റ് ഓർഗാനിസത്തിനെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഡിവിഷനായിട്ട് ഉപയോഗിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് ആയിരുന്നു. ഇനി പ്ലാന്റ്സിനെ ആനിമൽസിനെ നമ്മൾ ഡിഫറെൻ്റ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് എബിലിറ്റി നോക്കാം, ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് പറയാം, പിന്നെ ഏബിൾ ടു മൂവ്, ആനിമൽസിന് മൂവ് ചെയ്യാൻ പറ്റും, പ്ലാന്റ്സിന് പറ്റില്ല എന്ന് പറയാം. അങ്ങനെ നിങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതി വെക്കാം.